BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സിയാൽ സ്റ്റാഫ് അസോസിയേഷൻ INTCUവിന്റെ നേതൃത്വത്തിൽ UDFന്റെ ചരിത്ര വിജയം ആഘോഷിച്ചു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഐതിഹാസികമായ സീറ്റുകൾ നേടിക്കൊണ്ട് ചരിത്രപരമായ നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത്. 140 സീറ്റിൽ ഏകദേശം 102ഓളം സീറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് ഭരണത്തിൻ്റെ മാറ്റത്തിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ട് പുതിയൊരു ഭരണം വരുന്നതിന് വേണ്ടി നമുക്ക് UDF എല്ലാം ടീം UDF ഒത്തൊരുമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതിനൊരു വിജയം നേടാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് സിയാൽ സ്റ്റാഫ് അസോസിയേഷൻ INTC യൂണിയൻ്റെ നേതൃത്വത്തിൽ സിയാലിൽ മുഴുവൻ സ്റ്റാഫുകൾക്കും മധുരപലഹാരം വിതരണം ചെയ്യുന്ന ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സിയാൽ സ്റ്റാഫ് അസോസിയേഷൻ അംഗങ്ങളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനായിട്ട് ഞങ്ങൾ വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ 10 വർഷത്തിന് ശേഷം UDF ഈസ് കമ്മിങ് ബാക്ക്. അതിൻ്റെ പേര് എല്ലാവർക്കും സിയാൽ സ്റ്റാഫ് അസോസിയേഷൻ്റെ പേരിൽ നന്ദി. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടത് ദുർഭരണത്തിനെതിരായിട്ട് കേരള ജനത വിധിയെഴുതിയ ദിവസമാണ് ഇന്നലെ. നമ്മൾ UDF അംഗങ്ങൾ വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് 2021 നമുക്കൊരു അബദ്ധം പറ്റിയെങ്കിലും ആ അബദ്ധം വളരെ ഭംഗിയായി തിരുത്താൻ സാധിച്ചത്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച UDFന്റെ എല്ലാ അംഗങ്ങൾക്കും നേതാക്കൾക്കും സിയാൽ സ്റ്റാഫ് അസോസിയേഷന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം ഇന്നത്തെ ലഡു വിതരണത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യും. കഴിഞ്ഞ 10 വർഷത്തെ ഇടത് ഭരണം അവസാനിപ്പിച്ച് മിന്നുന്ന വിജയം നേടിയതിൽ സന്തോഷം പങ്കുവച്ച് സിയാൽ സ്റ്റാഫ് അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ എയർപോർട്ടിലെ മുഴുവൻ ജീവനക്കാർക്കും മധുര വിതരണം നടത്തി. ചടങ്ങിൽ ബിജു പൂവേലി, നവാസ് എടത്തിനയിൽ, ഷൈജു ഹണി, ഐജിൻ ഷിജോ, വർഗീസ് ഷിജു, എൽദോ, ഫ്രാൻസിസ്, പോളി, ഫർഗീസ്, അഫ്സൽ, അലക്സ്, ലിഷ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.